കാലത്ത് എഴുന്നേറ്റ് നേരെ അടുക്കളയിലെത്തി ചായ ഇട്ടു. ചോറിനുള്ള അരി അടുപ്പത്തിട്ടു. തലേദിവസം ചോറ് വേവിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് കപ്പ ഉണ്ടായിരുന്ന കൊത്തി നുറുക്കി പുഴുങ്ങാനായിട്ട് വേവിക്കാൻ വാട്ടിയെടുക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ചായ ആക്കിയിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തങ്ങ് കുടിച്ച് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാണ്. തലേദിവസം കുറച്ച് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കപ്പ വേവിക്കാൻ പ്രധാന കാരണം. ചേട്ടൻ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി സഹായിച്ച് പതുക്കെ മാറിയിട്ടുണ്ട്. തോരനായിട്ട് കുറച്ച് ക്യാരറ്റും കോവയ്ക്കയും കൂടി, തോരനല്ല മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് റെഡിയാക്കിയതാ. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാസ്ക്യൂവിൻ്റെ പാത്രമാണ് കേട്ടോ. അതൊക്കെ കഴുകി വെച്ച് ബാസ്ക്യൂവിനെയും കൊണ്ട് ചേട്ടൻ പോയേക്കുക. പ്രാണിയുടെ കുഞ്ഞുങ്ങൾ ഫുട്ബോളിംഗ് ആണ് കേട്ടോ. കുറച്ച് കാക്കകൾ വന്നിട്ടുണ്ട്. കാര്യം പറയാം. അത് പറയുന്നതിന് മുമ്പ് പ്രാണിപ്പൂച്ചയുടെ വയറ്റിലേക്ക് നോക്കിയാൽ മതി കാര്യം അറിയാനായിട്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഫുഡ് വേസ്റ്റ് നിറയെ ഉണ്ടായിരുന്നത് പ്രാണി മൊത്തം അകത്താക്കിയിട്ടുണ്ട്. അത് ബാക്കി നോട്ടയിട്ടാണ് നമ്മുടെ കാക്കകളുടെ ഇരിപ്പൊക്കെ. പ്രാണി മുഖമൊക്കെ കഴുകിയിരിക്കുകയാണ്. അപ്പം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വേവിച്ചു വെച്ചു. ഇനി പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. നമുക്ക് കോളേജിലേക്ക് പോകണ്ടേ. ആൻസൂട്ടൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ആൻസൂട്ടൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചത്. കാരണം ഞാൻ ചോറെടുത്ത് ഇച്ചിരി കൂടി പോകുന്ന ആൻസൂട്ടനൊരു പരാതി. അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സും ഞാനും റെഡിയാക്കി എടുത്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ഇറങ്ങുവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കപ്പയും മീനും കണ്ട വിട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പ്രാണി സ്ഥിരം പ്ലേസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ടാറ്റാ.